4. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിൽക്ക്. ഇതൊക്കെ ആള് വീതം പറയണോ? പക്ഷെ എന്ത് കഷ്ടം പോ. നിന്നോട് കൂടെ പറഞ്ഞത്. ഞാനും പോവാം. കുട്ടി കുറച്ച് കാറ്റ് കിട്ടട്ടെ. കാറ്റ് കിട്ടണമെങ്കിൽ ഫാൻ ഇട്ടാ പോരെ. ഇയാൾ എപ്പ കയറിയതിനകത്ത്? ബ്ലഡ് വേണ്ടി വന്ന എന്റെ ബോഡിയിലല്ലേ ഉള്ളൂ. ഇവിടെ ബ്ലഡ് ഒന്നും വേണ്ട. അപ്പൊ യൂറിനോ? കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ കുട്ടികൾ ഈ വീട്ടിലെ 2 രത്നങ്ങളാണ്. കല്യാണം കഴിക്കാത്ത എന്റെ കോടിക്കണക്കിനുള്ള സ്വത്തിന്റെ അവകാശികളും ഇവരാണ്. ആദ്യം സ്ലോ മോഷനിൽ നടക്കാൻ പഠിക്കും. രജനീകാന്തിന്റെ ചിത്രങ്ങളിലൊക്കെ കാണാറില്ലേ? മോളെ, ഇവൻ നല്ല ചെറുക്കനാ. ഇവന്റെ കൂടെ പോയ പട്ടിണി മാറിക്കിടും. നീങ്ങന്ന് മോളെ, ഇവൻ നല്ല ചെറുക്കനാ. അത് ശരി, എന്നെ ആട്ടി ഇറക്കുകയാണല്ലേ? ഓർമ്മ വെച്ച 18-ാം വയസ്സ് മുതൽ ഈ വീട്ടിലെ ഉപ്പും ചോറും തിന്ന് വളർന്നവരാണ് ഞാൻ. ആ നന്ദി ഉള്ളതുകൊണ്ട് പറയാ, ഈ കുടുംബം ഞാൻ കുളം തോട്ടും. ഓടിക്കടാ ഇവനെ. ഓടിക്കണ്ട, ഞാൻ ഓടിക്കോളാം. തൽക്കാലം പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നീ വേഷം മാറി നടന്നോളൂ. ഞാൻ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോളാം നിങ്ങളുടെ കൂടെ. ഓക്കേ, ശമ്പളം വേണ്ട. കേറി വാടാ മക്കളെ, കേറി വാ. എന്താടാ ഇത് നമ്മുടെ പെട്ടിയല്ലേ? ശരിയാണല്ലോ. ഇത് ഞങ്ങളുടെ പെട്ടിയും കൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകുന്നു. നിങ്ങളുടെ പെട്ടിയും കൊണ്ട് ഞാൻ എങ്ങോട്ടും പോണില്ല. നിങ്ങളുടെ പെട്ടിയും കൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകുന്നു, അത്ര തന്നെ. റെഡി? ഒരാളും കൂടി ഉണ്ട്. ഇതിന്റെ ഇടയിൽ ഇവൻ എന്തിനാ? അതെ, നാളെ ഈ ചെറിയ മക്കൾ വളരുമ്പോ, അല്ല അവരുടെ മക്കള്, ഈ ഫോട്ടോ നോക്കിട്ട് ഇത് ആരാന്ന് ചോദിച്ചാ ഏത് വല്യച്ഛൻ, ഏത് ചെറിയച്ഛൻ, ഏതമ്മാവെന്ന് പറയാ? ഈ ഓടക്കുഴലിലൂടെ വെച്ചിട്ട് വെറുതെ പറ്റിപ്പിക്കാം. നൈസായിട്ടും ഒഴിവാക്കിക്കളന്നല്ലേ. നോക്കിക്കേ, ഈ പൈന് ഇഷ്ടായോ? അപ്പൊ ഈ പൈന് ഇഷ്ടാവും. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല അടിപൊളി. എന്നെ സല്യൂട്ട് ചെയ്താ എന്റെ അസിസ്റ്റന്റ്. ഒരു പാവം മൂർഖം പാമ്പിനെ നീ ഓർക്കത്തിൽ നിന്ന് വിളിച്ചോടുത്ത് ചെരുപ്പിട്ട കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി അരിച്ചത്. നോവേറ്റ പാമ്പ് ഇതാ പുകയും കൊണ്ട് പകയും കൊണ്ടാണ് പോകുന്നത്. സൂക്ഷിച്ചോ. എടാ മോനെ, രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി. വാഹിദ്, സ്നേൻ, സലാസ്, അർബ, ഖാംസ, സിത്ത. റജി, ചേടാ എവളിത് എവിടുന്ന് വന്ന പോലെടാ? 4 സുന്ദര കുട്ടപ്പന്മാർ ഇവിടെ നിരന്ന് നിന്നിട്ടൊന്നും മൈൻഡെങ്കിലും ചെയ്യണ്ടേ? നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ, എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. അതെ. പാക്കത്താനെ പോരാ இந்த காளியோட ஆட்டத்தை. സൂപ്പർ, ഗംഭീരായിരിക്കും. എനിക്കറിയാം. Meanwhile, எல்லாம் மலை மாடு மாதிரி இருக்காங்க. 8 ஆடு தாண்டா வெட்டியிருக்கேன்.
നിങ്ങളെ പോലുള്ള 2 കൺട്രി മണ്ടന്മാരെ ഈ ഡീലിന് വിട്ട സേവിയറാണ് മണ്ടൻ. നിനക്ക് തെറ്റിയടേ. அங்கே 3வது ஒருத்தன் இருப்பாங்க. யார் அது? நான் தாண்டா லியோ தாஸ். നമുക്ക് പോവാം. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അവിടുന്ന് ആശാൻ മുമ്പേ നടക്കും, ശിഷ്യ പിറകെ നടന്നാൽ മതി. മേലാൽ ഓവർടേക്ക് ചെയ്യരുത്. ഫോണെടുത്ത് കറക്കി നമ്മുടെ പിള്ളേരേക്ക് വരാൻ പറ. വലത്ത് നിന്ന് ആദ്യം ഭരതൻ, തൊട്ടടുത്ത് നിൽക്കുന്നത് കുഞ്ഞനന്ത്, ജീപ്പിന്റെ മേളിൽ കയറിയിരിക്കുന്നത് കുറുപ്പ്, തൊട്ടപ്പുറത്ത് ചാടി നിൽക്കുന്നത് ഹൈദ്രു. 4 കുപ്പിക്കണ്ടങ്ങളാ. മംഗലശ്ശേരി നീലകണ്ഠന്റെ പട്ടാളം. சிறப்பான தரமான சம்பவங்களை இனிமேதான் பார்க்க போறோம். காடுன்னு ஒண்ணு இருந்தா சிங்கம், புலி, சிறுத்தை வேட்டைக்கு போகும், மான் தப்பிக்க பார்க்கும். ஆனா அதுக்குள்ள அஸ்தமனம் ஆயிடுச்சுன்னா காலையில விடியல பார்க்க போறது யாருங்கிறத இயற்கை தான் முடிவு பண்ணும். ஆனா இந்த காட்டுல யாரு எங்க எப்ப விடியல பார்க்க போறாங்கிறத முடிவு பண்றது இயற்கை இல்ல, நான். White shirt, tucked in, middle-aged man. Rest in peace. என்ன சார், வயசாயிடுச்சு, ஸ்குவாடை விட்டு போய் பல வருஷம் ஆச்சு, எப்படின்னு யோசிக்கிறீங்க? எவ்வளோ வயசான என்னையா? A lion is always a lion. വന്നേക്കണേടാ പൊന്നു മോനെ. ഇത് വെറും ട്രെയിലറാണ് സാർ. അപ്പൊ സിനിമ